ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഡിക്ഷണറി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സദ്യയിലുള്ള ഒരു റെസിപ്പിയാണ് കാളൻ, കുറുക്ക് കാളൻ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 1/2 kg ചേന ക്യൂബ് സൈസായിട്ട് ഇങ്ങനെ മുറിച്ച് വെക്കണം. പിന്നെ തൈര്, 1 കപ്പ് തൈര് വേണം. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ശർക്കര ജാഗരി, പിന്നെ വറ്റൽമുളക്, കറി ലീവ്സ്, 1 സ്പൂൺ ക്യുമിൻ സീഡ്സ് ജീരകം, ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ടർമറിക് പൗഡർ, 1 സ്പൂൺ മുളക് പൊടി ചില്ലി പൗഡർ, പിന്നെ 1 സ്പൂൺ കടുക് മസ്റ്റാർഡ് സീഡ്സ്, പിന്നെ ഓയിൽ വേണം ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ആദ്യം തന്നെ കുക്കർ എടുത്തിട്ട് നമുക്ക് ക്യൂബ് സൈസിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന ചേന, ശർക്കര ജാഗരി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം ചേർത്ത് ഒരു 5 മുതൽ 6 വരെ വിസിൽ വരുത്തും. നമുക്ക് വെച്ചിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ചേന വേകുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരമുറി തേങ്ങ ചിരകിയത്, അതുപോലെ 1 സ്പൂൺ ജീരകം ക്യുമിൻ സീഡ്സ് നല്ല ജീരകം, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ചേന നമ്മൾ വിസിലെല്ലാം പോയിട്ടുണ്ട്. 5 മുതൽ 6 വിസിൽ വരെ വരുത്താം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തൈര് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തൈര് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയും ജീരകവും ഉപ്പും കൂടി അരച്ച് വെച്ച് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യും. ഇത് നന്നായിട്ട് തിള വരണ്ട. ചെറിയ തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി അതിന് താളിച്ചൊഴിച്ചാൽ മതി. ഇതിലേക്ക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില, വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വാങ്ങിച്ചിരിക്കുന്ന കറി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.